മന്ത്രിമാർ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. പുതിയ മന്ത്രിമാർ 13-ാം നമ്പർ വേണ്ട എന്ന് പറഞ്ഞതോടെ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അരുണി, 13 എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭാഗ്യക്കേടിന്റെ പ്രതീകമായ ഈ നമ്പർ 13 അതിന്റെ ബാഡ് ലക്കും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് അതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മന്ത്രിമാരുടെ വാഹന പ്ലേറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല ഹോട്ടൽസിലും അപ്പാർട്ട്മെന്റ്സിലും ഒന്നും നമ്പർ 13th ഫ്ലോർ കാണാറില്ല. അതുപോലെ തന്നെ പലപ്പോഴും എയർലൈൻസിൽ ആ ഒരു 13th റോ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിന് പല പല റീസൺസ് പറയുന്നുണ്ട്. എന്നാലും അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴം ഉണ്ടല്ലോ, അന്ന് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടത് 13 അതിഥികളായിരുന്നു. ആൻഡ് അതിൽ 13ാമത്തേതായിരുന്നു യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതൽക്കേ ഈ 12 എന്ന് പറഞ്ഞ നമ്പർ ഒരു പെർഫെക്റ്റ് നമ്പർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് 12 മാസങ്ങൾ, 12 ദിവസങ്ങൾ, 12 രാശികൾ, അങ്ങനെ. സോ ഈ 13ലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു ക്രമം തെറ്റിക്കുന്ന നമ്പറായിട്ട് ഈ 13 ആളുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ആൻഡ് അതും ഈ ഒരു ബാഡ് ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ 13 അസൈൻ ചെയ്യാനുള്ള ഒരു റീസൺ ആയേക്കാം. പിന്നെ ഈ ഫ്രൈഡേ 13th പോലെയുള്ള കഥകളും അതേപറ്റിയുള്ള സിനിമകളും ഒക്കെ ഈ ഒരു വിശ്വാസത്തിന് ആക്കം കൂട്ടിയിരിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നേരിട്ട ഒരു ഡസനോളം മന്ത്രിമാര് പരാജയപ്പെട്ട ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കിക്കൊണ്ട് വിജയിച്ച ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പി പ്രസാദ് എന്നാണ്. അദ്ദേഹം പ്രീവിയസ്ലി യൂസ് ചെയ്ത നമ്പർ പ്ലേറ്റ് നമ്പർ 13 ആയിരുന്നു.